ഈ അമ്മയുടെ ചേച്ചിയാണ് വരുന്നത്. സ്വർണ്ണയമ്മേ ഇങ്ങോട്ട് വാ. എവിടെ പോയി ഈ കടയടച്ചിട്ടിട്ട്? ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരുമെന്ന്. ആ 2 കുഞ്ഞുങ്ങളെ കണ്ടാ? ഇതാര്? മക്കള്, കൊച്ചുമക്കള്. അമ്മൂമ്മയുടെയും കൊച്ചുമക്കളായത് കണ്ടാ? ഞാൻ 10 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. 10 മണിക്ക് ശേഷമാണ് ഒരാൾ കണ്ട ചായ കുടിക്കാൻ വന്നിരുന്നു. അവസാനം ഞാൻ പപ്സ് എടുത്ത് കൊടുത്ത് അതും കഴിച്ചോണ്ട് നിൽക്കുകയാണ്. എല്ലാ അമ്മൂമ്മരും കൊള്ള. പല്ലില്ലാത്ത അമ്മൂമ്മയും പല്ലുള്ള അമ്മൂമ്മയും. ഞങ്ങളുടെ നാട്ടിൽ ഇല്ലാത്തോണ്ടല്ലേ ഞാൻ ഇവിടെ വന്നത് കാണാൻ. ഒരു പപ്സ് കൊടുത്തത് ഇങ്ങനെ മുറിച്ച് ഈ കുഞ്ഞുങ്ങൾ കൂടെ കൊടുക്കുകയാണ് ആ അമ്മൂമ്മ. ആ അമ്മൂമ്മ ഇരിക്കട്ടെ, ഞാൻ ഇപ്പം ഇരുന്നൊക്കെ വന്നതാ. അമ്മൂമ്മ ഇരുന്നോ? തേയിലയും പഞ്ചസാര ഉണ്ടോ ഈ അമ്മൂമ്മയ്ക്ക് ചായ ഇട്ട് കൊടുക്കാൻ? വിറകല്ല, തേയിലയും പഞ്ചസാര ഉണ്ടോന്ന്. എനിക്കൂടെ ഒരു ചായയോ കാപ്പിയോ എല്ലാം എടുത്തേ. ഇതെന്താന്നറിയാമോ? ഇത് കാപ്പിപ്പൊടി. അപ്പോൾ ഓരോന്ന് പൊട്ടിച്ചിട്ടാൽ മതി ഒരാൾ വന്നാ. ഇത് തേയില. ഇതെന്തുവാണോ? ഇത് ബിസ്ക്കറ്റാണ്. ഇതൊക്കെ പൊട്ടിച്ച് വയ്ക്കും. ഞാൻ വേറെ ഉണ്ട്, എടുത്തുകൊണ്ട് വരട്ടെ. ഇനി കട നിറഞ്ഞില്ലെന്ന് പറയരുത്. എപ്പോൾ വന്നാലും ഇങ്ങനെ തന്നെ നിറച്ച് വെച്ചേക്കണം. ഞാൻ നോക്കിയോ, ഇപ്പം ഞാൻ ഇതെല്ലാം പറക്കി വെക്കട്ടെ. 2 വഴക്ക് തരുന്നുണ്ട്. എല്ലാം തീർത്ത് വെച്ച് അടുത്ത് വാങ്ങണ്ടേ? നമ്മുടെ സൗമ്യ വന്നില്ലേ? അത് തന്നെ, അത് 2-3 പ്രാവശ്യം ഇവിടെ വന്നില്ലേ അമ്മൂമ്മയെ കാണാൻ? വന്നില്ലേ? സഹായമൊക്കെ ചെയ്തില്ലേ? ചെയ്തല്ലോ. അപ്പോൾ സ്വർണ്ണ അമ്മൂമ്മയ്ക്ക് ഞങ്ങൾ ഇതുപോലത്തെ ലേസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10 ഫ്ലേവറായിട്ടുള്ളതാണ് ഒരു മാലയായിട്ട് ഇങ്ങ് വാങ്ങിച്ചു. അപ്പം ഇതൊക്കെയാണ് ഈ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? നിങ്ങൾ നോക്കി നിൽക്കുന്നുണ്ടോ? അമ്മച്ചി, ഇവർക്ക് ആവശ്യമുള്ളത് അമ്മച്ചി കൊടുക്കണം. പൈസ ഞാൻ തരാം കേട്ടോ. പറഞ്ഞു കുഞ്ഞുങ്ങൾക്കേ ഈ അമ്മൂമ്മയ്ക്ക് എന്തോ വേണ്ടെന്ന് ചോദിച്ചിട്ട് എൻ്റെ മുന്നിൽ വെച്ച് തന്നെ കൊടുക്കണം. എനിക്ക് കാണണം. കൊടുക്കട്ടെ, ബിസ്ക്കറ്റ് തരട്ടെ? മതിയല്ല. അപ്പം ഇത് വന്നിട്ട് അമ്മൂമ്മയുടെ ഒരു സ്റ്റെപ്പിനിയാണ്. സ്റ്റെപ്പിനി എന്ന് പറഞ്ഞാൽ അമ്മൂമ്മയ്ക്ക് കൂട്ടിരിക്കുന്ന ഒരു അമ്മൂമ്മയാണ് ഇല്ലേ? എന്നിട്ട് അമ്മൂമ്മ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കും. അപ്പോൾ ഒരു ഐശ്വര്യമായി. കാര്യം എന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് കടയിലങ്ങ് ഒരു സാധനവും ഇല്ല. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇട്ടപ്പോൾ ശരിക്കും ഒരു കടയായില്ലേ? ആൾക്കാർക്ക് വന്നിരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആയി. വേറെ വല്ലതും വേണമെങ്കിൽ പറ, ഞങ്ങൾ പൈസ കൊടുത്തോളാം. അങ്ങനെ ഒരു കട കച്ചവടം നടക്കട്ടെ. അതിന് എന്തുവാണ് വില? അതിന് വലിയ വില വരും. അതിൽ നിന്ന് ഒരു 10 രൂപയ്ക്ക് 2 പേർക്കും കൂടെ 5 ആയാലും മതിയല്ലേ? ഇതാ ഒരു പേപ്പർ 10 എണ്ണം കൊടുക്കാണ് അമ്മ. അപ്പോൾ അമ്മൂമ്മയുടെ കച്ചവടത്തിൻ്റെ ഉദ്ഘാടനം ഞാൻ തന്നെ അങ്ങ് ചെയ്യുകയാണ്. ഇത് അമ്മൂമ്മയുടെ അനിയത്തിയാണ്. ആ 3 പെണ്ണുങ്ങളാണ്. 100 രൂപയായിട്ട് പിടിക്കേ. അപ്പൊ ഇന്നത്തെ കച്ചവടം പൊടി പിടിച്ചല്ലോ. ചായ കുടിക്ക്. പിന്നെ ചായ ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോവാ? കൊള്ളാമല്ലോ. ചായ കുടിക്കണം, പപ്പടം തിന്നണം. പപ്പടം ഒക്കെ ഇരിപ്പുണ്ടോ? അന്ന് സൗമ്യ കുറേ സാധനം വാങ്ങിച്ചു തന്നില്ലേ അമ്മൂമ്മയ്ക്ക്? അമ്മൂമ്മയെ വേറൊരു കാര്യമുണ്ട്, ഞാൻ അതും കൂടി പറയാം. ഒരു ബ്ലോഗർ വന്ന് വീഡിയോ എടുത്തിട്ട് പോയാ അവർ കട നിറച്ച് തന്നല്ലേ? അന്ന് ഞാൻ വീഡിയോ കണ്ടതാണ്. അമ്മൂമ്മയുടെ കട നിറഞ്ഞിരിക്കുന്നത്, അമ്മൂമ്മ ഇങ്ങനെ ചിരിച്ച മുഖമായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം പൈസ എടുത്ത് വീട്ടിലോട്ടല്ല കൊടുക്കണ്ട. അമ്മൂമ്മയ്ക്ക് അക്കൗണ്ടിലൊക്കെ പൈസ വന്നിട്ടുണ്ട്, അതെനിക്കറിയാം. പിന്നെ ഇതിൽ നിന്നുള്ള ലാഭം എടുത്ത് അമ്മൂമ്മ വെച്ചേക്കണം. വെച്ചിട്ട് ഇതുപോലെ തീർന്ന അവിടെ ആരെങ്കിലും വിട്ട് സാധനങ്ങൾ ചാലയിൽ നിന്നൊക്കെ ഉണ്ട് ഇതുപോലെ വാങ്ങിച്ച് വെക്കണം. തീർന്നു എന്ന് പറഞ്ഞിരുന്ന് കരയല്ലേ ചെയ്യേണ്ടത്? കഴിഞ്ഞ വീഡിയോയിൽ കരഞ്ഞില്ലേ? എന്തിനായിരുന്നു കരഞ്ഞത്? ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ചായയുടെ പരിപാടി നടക്കട്ടെ. പപ്പടം ഉണ്ടല്ലേ? ഈ പപ്പടം ഇതിൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ടില്ലേ? പപ്പടവും ചായയൊക്കെ നമുക്ക് ഉള്ളതല്ലേ? ഈ ചായയുടെ കൂടെ തന്നെയാണോ ഈ പപ്പടം ഉള്ളത്, അതോ സെപ്പറേറ്റ് ആണോ? ചായയുടെ കൂടെ തന്നെ ആണോ? അതോടെ ചേർത്താണോ പൈസ വാങ്ങിക്കുന്നത്? 5 രൂപ ചായ 10. ഓക്കെ, 5 രൂപ. അടിക്കട്ടെ. താങ്ക് യു. അപ്പോൾ പപ്പടം, ചായ കൊള്ളാം കേട്ടോ. ചായ നല്ല അടിപൊളി ചായ ആണല്ലോ ഇത്.
അമ്മൂമ്മേ സൂപ്പർ ചായ. കേട്ടോ പറയുന്നത്, ചുമ്മാ അല്ല 60 രൂപ പാലം. അമ്മൂമ്മയ്ക്ക് എന്താണ് ഇനിയും പറയാനുള്ളത്? ഒന്നും പറയാൻ ഇല്ല, എന്തായാലും ഒന്നില്ലെന്ന് പറയാനില്ല. വന്നും മറ്റവരൊക്കെ വന്ന് സന്തോഷമാണ്, വലിയ സന്തോഷം. കുറച്ച് സാധനങ്ങളെല്ലാം കൊണ്ട് തന്ന് സന്തോഷമാണ്. ഇന്നും വരുമെന്ന് വിശ്വസിക്കുകയാണ്. സൗമ്യ 2-3 പ്രാവശ്യം വന്നില്ലേ അമ്മൂമ്മ അടുത്ത്? അമ്മ ഒരുപാട് ഹെൽപ്പ് ചെയ്ത കുട്ടിയല്ലേ ഇത്? കഴിഞ്ഞ പ്രാവശ്യം 1 മാസം കഴിഞ്ഞ് വന്നിട്ട്. ആ എനിക്കറിയത്തില്ല, വന്നിട്ടുണ്ടല്ലോ 2-3 പ്രാവശ്യം അവള് വന്നിട്ടുണ്ട്. 2-3 കിലോ വന്ന്. പിന്നെ ഇപ്പം കുറേ സാധനങ്ങളോടൊക്കെ വന്നിട്ടുണ്ട്. വലിയ സന്തോഷമായി. സൗമ്യ വന്ന് ഒരുപാട് ക്യാഷ് ഒക്കെ അമ്മമ്മ കിട്ടിയില്ലേ? അതൊന്നും അമ്മൂമ്മ പറയില്ല കേട്ടോ. അവരൊന്നും വായിക്കുന്നുണ്ടല്ലോ. അതെങ്ങനെ അമ്മൂമ്മയ്ക്ക് അറിയാം? വീഡിയോ കാണുന്നവർ എൻ്റെ തന്നെ ഷെയർ ഇപ്പം വന്നെടുത്തിട്ട് പോയത് 146 ഷെയർ പോയിരിക്കുകയാണ്. പിന്നെ സൗമ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് നമ്പർ വരെ കൊടുത്തതാണ്. അപ്പോൾ അതിൽ പൈസ വരുന്നുണ്ട് അമ്മൂമ്മ. അതൊക്കെ അമ്മൂമ്മ അന്വേഷിക്കണം. ഞാനും അവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാണ്, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അപ്പം എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയും. അമ്മ പോണോ? പോയി ചായ കുടിച്ചത് പോയി ചായയൊക്കെ കുടിച്ചല്ലോ. ചായ കുടിച്ച് പോയി 5 മണിക്കൊക്കെ വന്നവരാണെന്ന്. 1 മണിക്ക് വയറ് നിറഞ്ഞ പുള്ളിക്കാരി ഹാപ്പി ആയി. ബിസ്ക്കറ്റ് തിന്ന് ചായ കുടിച്ച് പിന്നെ വേറെ എന്തായാലും തിന്നും ചെയ്തു. ഞാൻ വീട്ടിൽ പോട്ടെ. അയ്യോ എല്ലാം പോട്ടെ. അങ്ങനെ പറയില്ല, എല്ലാം പോട്ടെന്ന്. എല്ലാം പോട്ടെ, ഓരോരോ വീടുകളിൽ പോട്ടെ. അപ്പൊ അമ്മൂമ്മ സന്തോഷമായല്ലോ. ഇതേ സന്തോഷം എനിക്ക് ഇനിയും വരുമ്പോ കാണണം. നോക്ക്, ഈ ലേസ് ഒരേപോലത്തെ അല്ല, 15 ഫ്ലേവറാണിത്. അത് എപ്പോഴും ഇങ്ങനെ ഇടണം, എങ്കിലല്ലേ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ നോക്കി എടുത്തിട്ട് വന്ന് മുറിച്ചെടുത്തോണ്ട് പോകാൻ പറ്റുള്ളൂ. അമ്മൂമ്മ അവിടെ ചായ അടിച്ചോണ്ടിരിക്കുമ്പോ പെമ്പിള്ളേർ കൊച്ചുപിള്ളേർ വന്ന് പറിച്ചെടുത്തോണ്ട് പോകല്ലേ കേട്ടോ. ഭയങ്കര കണ്ണാണ്, ഭയങ്കര അല്ലേ അമ്മൂമ്മ? ചെവിയൊക്കെ കേൾക്കുമല്ലോ. ഇത് ചെറിയ കാപ്പി, ഇത് കാട്ടുപിടാം. ആണോ? അപ്പോഴ് ഞങ്ങള് സമയം കിട്ടുന്നതനുസരിച്ച് വരും. കാരണം നമുക്ക് ഇതുപോലെ പല പല കാര്യങ്ങൾ, ഇപ്പൊ പുള്ളിയെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങൾ ഓരോരുത്തർ പറഞ്ഞല്ലേ അറിയുന്നത്. അപ്പൊ ഞങ്ങൾ ഇനി അടുത്തൊരു വീഡിയോക്കൂടെ പോയി കണ്ടിട്ട് ഞങ്ങള് അമ്മൂമ്മ തിരിച്ചു പോവാണ്. ഞങ്ങൾ പൂജപ്പുരയ്ക്ക് പോവാണ്. അപ്പൊ ഹാപ്പി ആയല്ലോ? ഓക്കെ, പിന്നെ വരൂല്ലേ? കിട്ടും തോന്നുമ്പോ ഒക്കെ വരും. ഉമ്മകൾ കൊണ്ട് അമ്മൂമ്മ പൊതിഞ്ഞു. അപ്പൊ ടാറ്റ കൊടുത്തേ. അപ്പൊ ഓക്കെ.